നമ്മളിപ്പോൾ ഡി എഫ് എൻ്റെ എക്സാമ്പിൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ എഫ് എൻ്റെ എക്സാമ്പിളാണ്. നമ്മളെ ക്വസ്റ്റ്യൻ പറയുന്നത് ഡിസൈൻ എ എൻ എഫ് എ ദാറ്റ് ആക്സെപ്റ്റ് അറ്റ്ലീസ്റ്റ് 2 കൺസിക്യൂട്ടീവ് സീറോസ് ആൻഡ് വൺസ് എന്ന് വെച്ചാൽ സീറോസിൻ്റെയും വൺസിൻ്റെയും അടുത്ത് വരുന്നത് 1 1 ഉണ്ടാവും, 0 0 ഉണ്ടാവും, ദെൻ 1 0 1 0 1 1 അല്ലെങ്കിൽ 1 0 1 0 0 0 അങ്ങനെ 0 0 അല്ലെങ്കിൽ 1 1 എന്നുള്ള കേസ് വരുന്നതാണ് നമ്മൾ ക്വസ്റ്റ്യനിലുള്ളത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് ഉണ്ടാക്കുന്നു. നമ്മുടെ സ്ട്രിങ് ജനറേറ്റ് ചെയ്യുന്നു. 0 0 1 1 1 0 1 0 1 1 ദെൻ 0 0 1 0 1 0 1 ദെൻ നമുക്ക് എന്ത് ചെയ്താൽ 0 1 1 0 1 0 1 0 1 1 0 0 1 എക്സെട്ര ഒരു 5-6 കോമ്പിനേഷൻസ് എഴുതിയാൽ മതി. 1 1 0 0 1 1 ദെൻ 1 1 ഇവിടെ 0 0 ദെൻ 1 1 ദെൻ ഇവിടെ 1 1 0 0 അങ്ങനെ. സോ നമുക്കുള്ളത് 2 ഇൻപുട്ട് സ്ട്രിങ് ആണ്. സോ മിനിമം നമുക്ക് എന്തായിരിക്കും 3 സ്റ്റേറ്റ് ഉണ്ടാവും. അതിൽ കൂടുതലാവട്ടോ, കാരണം ഇതൊരു എൻ എഫ് എ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു ഇൻപുട്ടിന് തന്നെ 2 സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് മിനിമം എൻ എഫ് എൻ്റെ കേസിൽ കൂടാനും ചാൻസ് ഉണ്ട്. മിനിമം എന്തായാലും 3 സ്റ്റേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഡി എഫ് എൻ്റെ എൻ എഫ് എൻ്റെ ഡിഫറൻസിൽ നമ്മൾ പറയുന്നത് എൻ എഫ് എ കുറച്ചുകൂടെ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. ഡി എഫ് എ ആണ് കുറച്ചും കൂടെ ടഫ്. അതുപോലെ തന്നെ എൻ എഫ് എയിൽ ഡി എഫ് എയിൽ ഒരു ഫൈനൽ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ എഫ് എൻ്റെ കേസിൽ 1 കൂടുതൽ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാവും. ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഡബിൾ സർക്കിൾ. ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് Q0. അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ സ്റ്റേറ്റുകളെയും നമ്മൾ പറയുന്നതാണ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്. നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് 0 0 കൊടുത്തു. ഫസ്റ്റത്തെ കേസ് നമ്മൾ 0 0 നമ്മുടെ ഈ ഒരു കേസ് 0 0 എന്നുള്ള ഈ ഒരു കേസ് ആക്സെപ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് 1 1 ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 0 0 0 എന്നുള്ളൊരു കേസ്. ഐ മീൻ ഈ ഒരു 0 0 ആക്സെപ്റ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് നമുക്കൊരു 0 0 0 അല്ലെങ്കിൽ 0 0 1 അതുമല്ലെങ്കിൽ 0 0 1 0 0 അതല്ലെങ്കിൽ 0 0 1 1 ഇങ്ങനൊരു കേസ്. ഈ ഒരു ആദ്യത്തെ 0 ഇവിടെ ചെക്ക് ചെയ്തു. ദെൻ ബാക്കി വരുന്ന 1 അതല്ലെങ്കിൽ 0 1ൻ്റെ 0ൻ്റെയും കോമ്പിനേഷൻസ് എവിടെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു സെൽഫ് ലൂപ്പ് ഇട്ടിട്ട് 0 1 കൊടുത്തതിനാൽ 0 0 1 0 0 0 കിട്ടും. 0 0 0 0 അതിന് നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ സെൽഫ് ലൂപ്പാണ്, എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കണം 0 0 1 0 0 1 1 0 0 1 1 1 നമുക്ക് എത്ര വേണമെങ്കിലും പോവാം. സ്റ്റാർട്ടിങ്ങിൽ 0ക്ക് ശേഷം എത്ര വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. സോ ആ ഒരു കേസും നമ്മൾ ചെക്ക് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 0 0ക്ക് ശേഷം എന്ത് വരുന്ന കേസും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഐ മീൻ 0 0ക്ക് ശേഷം ഈ വരുന്ന എല്ലാ കേസസും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 1 1 എന്നുള്ളൊരു കേസ് ഉണ്ട് നമുക്ക്. സോ നമ്മൾ എന്ത് ചെയ്തു? നെക്സ്റ്റ് 0 0 കൊടുത്ത പോലെ തന്നെ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ് കൊടുത്തു. Q2 ആണെങ്കിൽ Q3 ദെൻ Q4 ഇതായിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. അത് ഞാൻ പറഞ്ഞത് എൻ എഫ് എയിൽ നമുക്ക് 2 1 കൂടുതൽ ഫൈനൽ സ്റ്റേറ്റ് വരാം എന്ന് പറഞ്ഞു. 1 1 ഇവിടെ നമ്മൾ 0 0 ചെക്ക് ചെയ്ത പോലെ തന്നെ 1 1 ചെക്ക് ചെയ്തു. 1 1 ഓക്കെ ആണ്. ഇനി നമുക്ക് വേണ്ടത് 1 1ന് ശേഷം വരുന്ന 1 1 1 0 1 1 1 1 1 1 0 0 1 1ന് ശേഷം വരുന്ന കോമ്പിനേഷൻസ് 1 1ന് ശേഷം വരുന്ന കോമ്പിനേഷൻസ് അത് നമ്മൾ ഇവിടെ 0 0ക്ക് ശേഷം നമ്മൾ എന്താ കൊടുത്തു? ഇവിടെ ഒരു സെൽഫ് ലൂപ്പ് കൊടുത്തു. സെയിം ലൈക്ക് അങ്ങനെ തന്നെ ഇവിടെ ഒരു സെൽഫ് ലൂപ്പ് കൊടുത്തു. സോ ബാക്കി വരുന്ന എല്ലാ കേസും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഇങ്ങനൊരു കേസില്ലേ, ഇപ്പോൾ നമുക്ക് ഏതൊക്കെ കേസ് കഴിഞ്ഞു? ഈ 1 1 അല്ലെങ്കിൽ 0 0 ഈ ഒരു 1 1
10101 അല്ലെങ്കിൽ 1 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കേസും ചെക്ക് ചെയ്തു, 0 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കേസസും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഇനി നമുക്ക് വേണ്ടത് എന്തായിരുന്നു? 1 ശേഷം, ഐ മീൻ ഈ ഒരു 1 ശേഷം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 101011 ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ? 1 ശേഷം ഒരു കേസ് വരുന്നുണ്ട്. സോ നമ്മൾ അതിൻ്റെ മുമ്പുള്ള കേസസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Q0 ഒരു 01 കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ എല്ലാ പോസിബിളായിട്ടുള്ള എല്ലാ സ്ട്രിങ്ങും നമുക്ക് ഈ ഒരു NF വെച്ചിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. 0000001 ഇതിൻ്റെ ലൂപ്പ് എന്തൊക്കെ ലൂപ്പുണ്ടോ, ഐ മീൻ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ലൂപ്പിൽ എടുക്കാൻ കഴിയും. ഇനി നെക്സ്റ്റ് പറയുന്നത് 11ൻ്റെ കേസാണ്. 11 എത്ര വേണമെങ്കിലും സെൽഫ് ഇട്ട് പോകാൻ കഴിയും. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എത്രത്തോളം വന്നു കഴിഞ്ഞാലും, ഐ മീൻ 0000 കൊടുക്കാൻ കഴിയും. ഇവിടെ 0000 കൊടുക്കാൻ കഴിയും. 1100 പറ്റും, 1111 കൊടുക്കാൻ കഴിയും. എത്രത്തോളം നമുക്ക് എന്തൊക്കെ ഈ ഒരു സീറോസിൻ്റെയും വൺസിൻ്റെയും ഇതിൽ എത്രത്തോളം നമുക്ക് എല്ലാ സ്ട്രിങ്ങിനും നമ്മൾ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ഇതുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ട്രിങ്ങിനെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു NFA ആണ് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. 0000 പോയി, 11 പോയി, ദെൻ 1010. ഇനി നമുക്കുള്ളത് 000, ദെൻ ഈ 00, ദെൻ 1010 ശേഷം വരുന്ന എല്ലാ കോമ്പിനേഷൻസും ഇവിടെ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ഏതാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു കേസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 011001 ഈ ഒരു കേസും പോകും. നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ സ്ട്രിങ്ങിൻ്റെയും എല്ലാ ഈ ഒരു ലാംഗ്വേജിൽ വരുന്ന എല്ലാതും ഈ ഒരു NF വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും.